ജനുവരി 28-നാണ് പായിപ്ര പഞ്ചായത്തിലെ 8-ാം വാർഡിലെ പെരുമറ്റം ഭാഗത്ത് 7 വീടുകളുടെ താക്കോൽദാനം മാത്യുക്കുഴൽനാടൻ MLA നിർവഹിച്ചത്. വീടുകൾക്ക് ഭാരത് ജോഡോ വില്ലാസ് എന്ന പേരും നൽകി. കോൺഗ്രസ് സമാഹരിച്ച പണം ഉപയോഗിച്ച് 7 നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയെന്നായിരുന്നു മാത്യുക്കുഴൽനാടൻ്റെ അവകാശവാദം. എന്നാൽ കഴിഞ്ഞ ദിവസം പായിപ്ര പഞ്ചായത്ത് സെക്രട്ടറി പുറത്തുവിട്ട ലൈഫ് ഗുണഭോക്താക്കളുടെ പട്ടിക വായിച്ച കോൺഗ്രസ് പ്രവർത്തകർ പോലും ഞെട്ടി. കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകി എന്ന് മാത്യുക്കുഴൽനാടൻ അവകാശപ്പെട്ട 7 വീടുകളും സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളായിരുന്നു. ഇതോടെയാണ് സംഭവം കോൺഗ്രസിനകത്തും പുറത്തും വിവാദമായത്. സ്പർശം പദ്ധതിയുടെ പേരിൽ പിരിച്ച പണം എവിടെയെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. MLAക്കെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. DYFI കൂടി ഏറ്റുപിടിച്ചതോടെ സംഭവം വിവാദമായി. ലൈഫ് മിഷൻ പദ്ധതിയിലെ വീടുകളെ തൻ്റെ രാഷ്ട്രീയ പരിപാടികളുടെ ഭാഗമാക്കാൻ MLA ശ്രമിച്ചതായി DYFI ആരോപിക്കുന്നു. വീട് നിർമ്മിക്കാനായി പിരിച്ച പണം എവിടെയെന്ന് മാത്യുക്കുഴൽനാടൻ വ്യക്തമാക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് അനീഷ് മാത്യു ആവശ്യപ്പെട്ടു. മൂവാറ്റുപുഴ MLAയുടെ സ്ഥിരം പണി ഈ നാട്ടിൽ നടക്കുന്ന എന്ത് വികസന പ്രവർത്തനങ്ങളും ആ വികസന പ്രവർത്തനങ്ങളൊക്കെ തൻ്റേതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു സമീപനമാണ് ശ്രീമാൻ മാത്യുക്കുഴൽനാടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മാത്യുക്കുഴൽനാടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് ഈ ലൈഫ് മിഷൻ്റെ 7 വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ അതും തൻ്റെ രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് നടത്തിയത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ 4 ലക്ഷം രൂപ കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും 25,000 രൂപ വീതം കൂടി നൽകിയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് പഞ്ചായത്ത് രേഖകളിൽ നിന്നും വ്യക്തമാണ്. വീടുകളുടെ മുന്നിൽ ഭാരത് ജോഡോ വില്ല എന്ന ബോർഡുകൾ സ്ഥാപിച്ചതും വിവാദമായി. വീട് ലഭിച്ച സാധുക്കളെ അപമാനിക്കുന്ന സമീപനമാണിതെന്നും അവ എടുത്തു മാറ്റണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. സാലി മുഹമ്മദ്, കൊച്ചി.